നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും നൽകുന്നതായ നിരവധിയാർന്ന യോഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായ ഒരു യോഗം തന്നെയാണ് സർവാർത്ഥ സിദ്ധി യോഗം. ഈ യോഗത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കും എന്നതാണ് വാസ്തവം. ചില രാശിക്കാരുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഇതിനാൽ തന്നെ ഏത് കാര്യവും നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാനും അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കുവാനും സാധിക്കും എന്ന് തന്നെ പറയാം. ബുദ്ധപൂർണിമ ദിനത്തിലാണ് സർവാർത്ഥ സിദ്ധി യോഗം ആരംഭിക്കുന്നത്. അതായത് ഇന്നലെ ഈ യോഗം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറയാം. വരുന്ന 21 ദിവസത്തേക്ക് ചില നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പല ദുരിതങ്ങളും കഷ്ടതകളും അവസാനിച്ചു എന്ന കാര്യമാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവക്കൂർ ആകുന്നു. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് 3 നക്ഷത്രക്കാർക്കും സർവാർത്ഥ സിദ്ധി യോഗം രൂപാന്തരപ്പെടുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ പല രീതിയിലുള്ള ഗുണകരമായ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും, പ്രകടമായി തുടങ്ങും എന്ന കാര്യം ഓർക്കുക. പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാകുന്നു. സർവാർത്ഥ സിദ്ധി യോഗം രൂപാന്തരപ്പെടുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് ബിസിനസ് പരമായി നേട്ടങ്ങൾക്കുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയാം. ബിസിനസ് ആരംഭിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനും വളരെ അനുകൂലമായ സമയം തന്നെയാകുന്നു. പല രീതിയിലുള്ള കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കുവാനും ജീവിതത്തിൽ സന്തോഷവും ഉയർച്ചയും കൊണ്ടുവരുവാനും സാധിക്കും എന്ന കാര്യം ഓർക്കുക. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില അവസരങ്ങൾ, കരാറുകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സാമ്പത്തികപരമായ നേട്ടങ്ങളാണ് പിന്നീട് ഫലമായി പറയുന്നത്. അതിനാൽ തന്നെ പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. അത് നേട്ടങ്ങളുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതായ ധനവുമായി ബന്ധപ്പെട്ടാകാം. അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ഈ രാശിക്കാർ തീർച്ചയായും ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ ദിവസങ്ങളാകുന്നു. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകക്കൂറാകുന്നു. കർക്കിടകക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും സർവാർത്ഥ സിദ്ധി യോഗം ആരംഭിച്ചിരിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ നിങ്ങളുടെ ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകമായി സംഭവിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അംഗീകാരവും പുരോഗതിയും തേടി വരികയും അഥവാ നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. പല രീതിയിലുള്ള പ്രതിസന്ധികൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് എങ്കിലും അതിൽ പലതും ഒഴിവാക്കുവാനോ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാനോ സാധിക്കുന്നതായ സമയമാകുന്നു. ജൂൺ 12 വരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. അതായത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. വിഷ്ണു ഭഗവാന്റെ കടാക്ഷം ഇവർക്കുള്ളതിനാൽ തന്നെ ജീവിതത്തിൽ രക്ഷ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. ശമ്പള വർധനവിനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അല്ലെങ്കിൽ ധനം പല വഴികളിലൂടെയും വന്നു ചേരുവാനുള്ള സാധ്യതകളും നിങ്ങൾക്കുണ്ട് എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ് പരമാകാം, അതല്ല മറ്റ് ധനസ്രോതസ്സുകളിൽ നിന്നാകാം. പ്രതീക്ഷിച്ച ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതാകാം. കൈവായ്പകൾ തിരികെ ലഭിക്കുന്നതാകാം. അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ രീതിയിൽ ധനം കൈകളിലേക്ക് ഒരു പരിധി വരെ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഈ സമയം നേട്ടങ്ങളുടെ ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും.
അല്പം ശ്രദ്ധയോടെ തന്നെ പ്രവർത്തിച്ചാൽ ഈ സമയം നേട്ടങ്ങൾ ഇരട്ടിയായി തന്നെ സ്വന്തമാക്കുവാൻ സാധിക്കും. എന്നാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും വിഷ്ണു ഭഗവാനെ ആരാധിച്ച് ഈ സമയം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അബദ്ധം പിണയുവാനോ നഷ്ടങ്ങൾ സംഭവിക്കാനോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കന്നിക്കൂർ ആകുന്നു. കന്നിക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും സർവാർത്ഥ സിദ്ധിയോഗം ആരംഭിച്ചിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത ഉണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. തൊഴിലുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. സ്ഥാനോന്നതി ലഭിക്കുക, ശമ്പള വർധനവ് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, മനസ്സ് നിറയ്ക്കുന്നതായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. പല കാര്യങ്ങളും യഥാവിധി ചെയ്യുവാൻ സാധിച്ചിട്ടില്ല എന്നത് നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാകുന്നു. അതിൽ ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഈ സമയം പരിഹരിച്ച് ശരിയായ രീതിയിൽ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. സന്തോഷം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ഈ സമയം സർവാർത്ഥ സിദ്ധി യോഗത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ പ്രകടമാകും എന്ന് തന്നെ പറയാം. ജീവിതം തന്നെ മാറി മറിയുന്നതായ സമയമാണ് എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്നതായ കാര്യങ്ങളാകാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ ജാതകപ്രകാരം ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. എന്നാൽ ഭഗവാന്റെ കടാക്ഷത്താൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നതായ ദിവസങ്ങളാകുന്നു. അതിനാൽ തന്നെ ഈ സമയം പ്രത്യേകിച്ചും മഹാവിഷ്ണു ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമാണ്. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാക്കൂർ ആകുന്നു. തുലാക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും സർവാർത്ഥ സിദ്ധി യോഗം ഫലമായി ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ബിസിനസ് പരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കരാറുകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ രീതിയിലുള്ള ഉയർച്ച നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്തോഷകരമായ സമയം തന്നെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും കുടുംബത്തിലും സന്തോഷം നിലനിർത്തുവാനും ദാമ്പത്യ ജീവിതത്തിലെ പല തർക്കങ്ങളും പരിഹരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നേറുവാൻ സാധിക്കും. അത് ബിസിനസ് പരമാകാം, അതല്ല തൊഴിൽ പരമാകാം, അല്ലെങ്കിൽ വിദ്യയുമായി ബന്ധപ്പെട്ടാകാം. അത്തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾക്കുള്ള സാധ്യത തെളിയും. നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷ നേടുവാൻ, ഉയർച്ച നേടുവാൻ, സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാൻ സാധ്യത അല്പം കൂടുതലുള്ള സമയമാകുന്നു. എന്നാൽ ഈ സമയം ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക, ഭഗവാനെ നിങ്ങൾ ആരാധിക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യേണ്ടതാകുന്നു. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ട ഈ ഫലങ്ങൾ തടസ്സങ്ങൾ മൂലം ലഭിക്കണം എന്നില്ല. അതിനാൽ തന്നെ ഭഗവാനെ ശരിയായ രീതിയിൽ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം നിത്യവും ഭഗവാനെ ആരാധിക്കുകയും വിഷ്ണു ക്ഷേത്രങ്ങളിൽ അഥവാ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ദർശനം കൂടി നടത്തുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരക്കൂർ ആകുന്നു. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും സർവാർത്ഥ സിദ്ധി യോഗം രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സമയമാകുന്നു. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള അനുകൂലമായ മാറ്റങ്ങൾ, ശുഭകരമായ സമയങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാകുന്നു. പ്രധാനമായും നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം. പലരുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. അത് ഭാവിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളായി മാറാം. ഓൺലൈൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരാം.
മറ്റ് ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് ചില കരാറുകൾ അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നതിനും ജീവിതത്തിൽ സാമ്പത്തികപരമായ ഭദ്രത, സ്ഥിരത ഉണ്ടാക്കുന്നതിനും സാധ്യത അല്പം കൂടുതലാകുന്നു. അതല്ല എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ സഹായധനം ലഭിക്കുക, കൈകളിലേക്ക് പല വഴികളിലൂടെയും ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സഹായധനം പോലും പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട വളർച്ച അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വളർച്ച നിങ്ങൾക്ക് അത്ഭുതം ജനിപ്പിക്കുന്നതായി മാറും എന്ന കാര്യവും ഓർക്കുക. കലാകാരന്മാർക്കും സമയം അല്പം അനുകൂലമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഈ സമയം വിഷ്ണു ഭഗവാനെ ആരാധിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് ക്ഷേത്ര ദർശനം നടത്തി മുന്നോട്ട് പോവുക. വിഷ്ണു ക്ഷേത്രമില്ല എങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലാണ് എങ്കിലും ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക. മറ്റൊരു രാശി കുംഭക്കൂർ ആകുന്നു. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സർവാർത്ഥ സിദ്ധി യോഗം വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് എന്ന് പറയാം. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനോ ലാഭം കൊയ്യുവാനോ സഹായകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ലാഭം നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ പ്രധാനമായും സാമ്പത്തിക കാര്യങ്ങൾ മറ്റൊരു വ്യക്തിയെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് അത്ര ശുഭകരമല്ല എന്ന് തന്നെ പറയാം. അതിനാൽ നിങ്ങളുടെ ശ്രദ്ധയും അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. കാരണം ഭഗവാന്റെ കൃപാ കടാക്ഷത്താലാണ് സാമ്പത്തിക കാര്യങ്ങളും മറ്റ് ഗുണകരമായ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നത് എന്ന കാര്യം ഓർക്കുക. ധനപരമായ നേട്ടങ്ങൾക്കൊപ്പം സഹായധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും അനിവാര്യമാണ്. പ്രധാനമായും ഈ സമയം നിങ്ങളുടെ മനസ്സിലേക്ക് പല രീതിയിലുള്ള ചിന്തകൾ വന്നു ചേരാം. ആ സമയം ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ പല ദോഷകരമായ കാര്യങ്ങളെയും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രധാനമായും നിങ്ങൾ വിഷ്ണു ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുകയും വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്യുക. അതിനാൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാവുകയും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്ന കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും എന്ന കാര്യവും ഓർക്കുക. പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു.